ഒരിക്കല് രുക്മിണി ദേവി നമ്മുടെ ഭഗവാനോട് ചോദിക്കുകയുണ്ടായി. ഭഗവാനെ കൃഷ്ണ, എനിക്ക് അങ്ങയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് കൃഷ്ണ എന്നേക്കാൾ കൂടുതൽ രാധാദേവിയെ സ്നേഹിക്കാൻ കാരണം കൃഷ്ണ? അതുമാത്രമല്ല, രാധാദേവി എന്നേക്കാൾ സുന്ദരിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി ഭഗവാനോട്. ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു രുക്മിണി ദേവി. അപ്പോൾ ഭഗവാൻ യാതൊരു ഉത്തരവും നൽകാതെ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, ഭഗവാനെ കൃഷ്ണ, അങ്ങ് എനിക്ക് മറുപടി നൽകേണ്ടതില്ല. അങ്ങക്ക് രാധയെ വളരെ പ്രിയപ്പെട്ടതല്ലേ? അപ്പോൾ രാധയുടെ ആ ഒരു സ്വരൂപവും എല്ലാം കണ്ണൻ്റെ മനസ്സിലുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ കണ്ണൻ എനിക്ക് രാധയുടെ ഒരു ചിത്രം വരച്ച് നൽകണമെന്ന് പറഞ്ഞു. ഭഗവാൻ വിസമ്മതിച്ചില്ല. ശരി രുക്മിണി എന്ന് പറഞ്ഞ് ഭഗവാൻ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. അങ്ങനെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. ആദ്യമേ കണ്ണ് വരച്ചു. അപ്പോൾ രുക്മിണി ദേവിക്ക് ആ കണ്ണിൽ ആകർഷണം തോന്നി. അങ്ങനെ മുഖം വരച്ച് പൂർത്തിയാക്കി. അപ്പോഴാണ് രുക്മിണി ദേവി മനസ്സിലാക്കുന്നത് അത് കണ്ണൻ്റെ ചിത്രം തന്നെയാണെന്ന്. അപ്പോൾ രുക്മിണി ദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങ് രാധയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ അങ്ങയുടെ ചിത്രം വരച്ചത്? ഭഗവാൻ മറുപടി നൽകി, ദേവി എന്നോട് ആവശ്യപ്പെട്ടു രാധയുടെ ചിത്രം വരച്ചു നൽകണമെന്ന്. ഞാൻ രാധയുടെ ചിത്രം തന്നെയാണ് വരച്ചത്. കാരണം ഞാൻ രാധയുടെ ഹൃദയത്തിൽ നോക്കിയാണ് വരച്ചത് രാധയുടെ ചിത്രം. കാരണം രാധയുടെ മനസ്സിലും എല്ലാം, ശരീരത്തിലും മനസ്സിലും എല്ലാം ഞാൻ തന്നെയാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് രാധയും ഞാനും ഒന്നാണ്. ആ രാധ എന്നത് എൻ്റെ പ്രേമസ്വരൂപമാണ് എന്ന് ദേവിക്ക് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ രാധയുടെ ചിത്രം വരയ്ക്കാഞ്ഞത്. എല്ലാവർക്കും തന്നെ ഭഗവാനെ ഇഷ്ടപ്പെടുന്ന, ഭഗവാനെ ആരാധിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് രാധ കണ്ണൻ്റെ ആരാണെന്ന്. രാധ ഭഗവാന്റെ പ്രേമ സ്വരൂപമാണ്. രാധയും കണ്ണനും ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ രുക്മിണി ദേവി ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതാണ് രാധാ കൃഷ്ണ പ്രണയം. രാധയും കൃഷ്ണനും ഒന്നാണ്. മന്ദം ജഹാസ വൈകുണ്ഠ മോഹന എന്നിവ മായയ